السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. റൗദത്തുൽ ഇൽമിലെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, കിതാബുൽ ജനായിസ്, മയ്യത്തു പരിപാലനം, രോഗശയ്യ മുതൽ ഖബറു വരെ എന്ന ഈ വിഷയത്തിൻ്റെ ഒന്നാമത്തെ പാർട്ട് ഇവിടെ ആരംഭിക്കുകയാണ്. ജനായിസ് എന്നുള്ള പദം ബിഫതഹിൽ ജീമി, ജീമിന് ഫതഹ് കൊണ്ട് ജംഉ ജനാസത്താണ്. ബിഹി, ജീമിന് ഫതഹ് കൊണ്ട് തന്നെ ജനാസത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ജനായിസ്. വബിൽ കസ്രി ജിനാസത്ത് എന്ന് പറയുമ്പോൾ ഇസ്മുലിൽ മയ്യത്തി ഫിന്നഅശി, മയ്യത്തു കട്ടിലിൽ ആയ അവസ്ഥയിൽ മയ്യത്തിന് പറയുന്ന പേരാണ് ജിനാസത്ത്. വഖീല, പറയപ്പെട്ടിട്ടുണ്ട്, ബിൽ ഫതഹി ലിദാലിക, ജനാസത്ത് എന്നുള്ളത് ജീമിന് ഫതഹ് കൊണ്ട് മയ്യത്തിനക്കാണ് പറയുക. വബിൽ കസ്രി ജിനാസത്ത് എന്നുള്ളത് ലിന്നഅശി വഹുവ ഫീഹി, മയ്യത്ത് കട്ടിലിൽ ഉള്ള അവസ്ഥയിൽ ആ കട്ടിലിന് പറയുന്ന പേരാണ്. വഖീല അക്സുഹു, ഇതിൻ്റെ വിപരീതമാണ്. ഫതഹ് കൊണ്ടാവുമ്പോൾ മയ്യത്തുള്ള ആ കട്ടിലിന് പറയുന്ന പേരാണ്. കസർ കൊണ്ടാവുമ്പോൾ മയ്യത്തിനക്ക് പറയുന്ന പേരാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. മിൻ ജനസ, സതറ എന്ന അർത്ഥം വരുന്ന ജനസയിൽ നിന്നാണ് ഈ പദത്തെ പിടിക്കപ്പെട്ടിട്ടുള്ളത്. ഫഇല്ലം യകുൻ അലൈഹിൽ മയ്യിത്തു ഫഹുവ സരീറുൻ വനഅസുൻ, ഈ കട്ടിലിൻ്റെ മേൽ മയ്യത്തില്ലെങ്കിൽ ഫഹുവ സരീറുൻ വനഅസുൻ, അത് കേവലം കട്ടിലാണ് എന്ന് പറയും. തുഹഫ ഷെർവാനി സഹിതം 3,190, മഹല്ലി ഖല്ലൂബി സഹിതം 1,320. ഇവിടെ ഈ ജനായിസിൻ്റെ അധ്യായം ആരംഭിക്കുമ്പോൾ ആദ്യമായി രോഗസന്ദർശനം, അതുപോലെ ഒരു രോഗി രോഗാവസ്ഥയിൽ അവൻ നിർവഹിക്കേണ്ട കാര്യങ്ങൾ, അവൻ ഏത് അവസ്ഥയിലൂടെ നീങ്ങണം, രോഗസന്ദർശനം ഏത് വിധത്തിലൊക്കെ ആവണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യമായി വിവരിക്കേണ്ടത്. അപ്പോൾ രോഗസന്ദർശനം, ഒരു രോഗിയെ സന്ദർശിക്കൽ മുതൽക്കാണ് ജനായിസിൻ്റെ അധ്യായത്തിൻ്റെ ആരംഭം തന്നെ. രോഗിയെ സന്ദർശിക്കുന്നതിന് വളരെ പുണ്യം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതു സംബന്ധമായി വളരെ വിശദമായിട്ടു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തത്തുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലുള്ള കടമ 6 ഖീല വമാ ഹുന്ന യാ റസൂലല്ലാഹ്,
അവ ഏതൊക്കെയാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ഖാല റസൂലുള്ള പറഞ്ഞു, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, അവനെ നീ കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ മേൽ സലാം പറയണം. 2, വഇദാ ദഅാക ഫഅജിബുഹു, ഐ ഇദാ തലബക ലിഫറഹിൻ ഫദ്ഹബ് ഇലൈഹി ഉജൂബൻ ബിസ്സിവാജി വനദുബൻ ലിഗൈരിഹി, നിന്നെ ഒരു സന്തോഷകരമായ വിഷയത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ, അത് വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹ സദ്യ, വലീമത്ത്, ഇതിനു വേണ്ടി നിന്നെ ക്ഷണിക്കുമ്പോൾ അതിന് ഉത്തരം ചെയ്ത് പോകൽ നിർബന്ധമാണ്, അല്ലാത്തതിന് സുന്നത്തുമാണ്. അപ്പോൾ ക്ഷണിച്ചാൽ അതിനുള്ള ഉത്തരം നൽകണം. വൈദസ്തൻസഹക ഫൻസഹ് ലഹു, നിന്നോട് ഒരു സത്യവിശ്വാസി നേർവഴി തേടിക്കഴിഞ്ഞാൽ അവനെ നീ നേർവഴിയിലേക്ക് നയിക്കണം. ഗുണകാംക്ഷ നിന്നോട് അവൻ തേടിയാൽ അവൻക്ക് ഗുണം കാക്ഷിക്കുന്ന വിധത്തിൽ അവനോട് നീ പ്രവർത്തിക്കണം. ഐ തലബ മിങ്കൽ ഇർഷാദു വൽ ഹിദായതു ഫഅർഷിദുഹു ഉജൂബൻ വകദാ യജിബു നുസ്ഹു വഇല്ലം യസ്തൻസിഹുഹു, നിന്നോട് അവൻ നേർവഴിയെ തേടിയിട്ടില്ലെങ്കിലും അവൻക്ക് ഗുണകാംക്ഷ നിന്നിൽ നിന്ന് വേണം, അത് നിർബന്ധമാണ്. 4 പറയുന്നു, വൈദാ അത്തസ ഫഹമിദല്ലാഹ ഫശത്തിംഹു, അവൻ തുമ്മുകയും അതേ തുടർന്ന് അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്താൽ അതിന് മറുപടിയായി യർഹമുക്കല്ലാഹ് എന്ന് അവനോട് നീ പറയണം. 5, വഇദാ മരിള ഫഉദുഹു, അവൻ രോഗിയായാൽ അവനെ നീ സന്ദർശിക്കണം. 6 പറയുന്നു, വഇദാ മാത ഫത്തബിഉഹു, അവൻ മരണപ്പെട്ടാൽ അവനോട് നീ പിന്തുടരണം എന്ന് പറഞ്ഞാൽ ഇദ്ഹബ് ഇലൈഹി, അവൻ്റെ അടുത്തേക്ക് നീ പോവുക. വസാഇദ് ഫി ദഫിനിഹി, അവനെ മറവ് ചെയ്യുന്നതിൽ നീ സഹായിയാകണം. വകുൻ മഅ അഹ്ലിഹി, അവൻ്റെ കുടുംബത്തോടു കൂടെ നീ ആവണം. ഹത്താ യുസല്ല അലൈഹി വയുദ്ഫന, അവനെ നമസ്കരിച്ച് മറവ് ചെയ്യപ്പെടുന്നതുവരെ. അത്തർഗീബ്, അതിൻ്റെ തർഗീബ് 4,317. ഇയാദത്ത്, സിയാറത്ത് എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു വ്യത്യാസം, അന്നൽ ഇയാദത്ത ഫിൽ മർളി, ഇയാദത്ത് എന്നുള്ളതും സിയാറത്ത് എന്നുള്ളതും സന്ദർശനം എന്നാണ് ഭാഷാപരമായി പ്രയോഗിക്കലെങ്കിലും ഇയാദത്ത് എന്നുള്ളത് രോഗഘട്ടത്തിലുള്ള സന്ദർശനത്തിന് പറയുന്ന പേരും, വസിയാറത്ത ഫി സിഹത്തി, സിയാറത്ത് എന്നുള്ളത് ആരോഗ്യഘട്ടത്തിൽ രോഗമില്ലാത്ത അവസ്ഥയിൽ സന്ദർശിക്കുമ്പോൾ പറയുന്ന പേരുമാണ്. അത്തുഹ്ഫത്തു നിളാമിയ ഫിൽ ഫുറൂഖിൽ ലഗ്വിയ എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു ഫർഖ് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലുള്ളത്, അത്ഇമുൽ ജായിഅ, വിശന്നവനെ നീ ഭക്ഷിപ്പിക്കണം. വഊദുൽ മരീള, രോഗിയെ നിങ്ങൾ സന്ദർശിക്കണം. വഫുക്കുൽ ആനിയ, യുദ്ധത്തടവുകാരനായി പിടിച്ചവനെ അതിൽ നിന്ന് നിങ്ങൾ മോചിപ്പിക്കണം. ഇത് സത്യവിശ്വാസികൾക്കുള്ള കടമയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, നിങ്ങളിൽ ഇന്ന് നോമ്പുകാരനായി നേരം പുലർന്നവൻ ആരാണ്? ഫഖാല അബൂബക്കറിൻ, അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഞാനാണ്. ഫഖാല, റസൂലുള്ളാഹി ചോദിച്ചു, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഇന്നേ ദിവസം നിങ്ങളിൽ നിന്ന് ആരാണ് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയത്? ഫഖാല അബൂബക്കറിൻ, അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഞാൻ ചെയ്തിട്ടുണ്ട്.
ഫഖാല റസൂൽ ചോദിച്ചു, മൻ തബിഅ മിൻകുമുൽ യൗമ ജനാസത്തൻ, ഇന്നൊരു മയ്യത്തിനോട് പിന്തുടർന്നവർ ആരാണുള്ളത്? ഫഖാല അബൂബക്കറിൻ അന, ഞാൻ ചെയ്തിട്ടുണ്ട്. ഫഖാല വീണ്ടും റസൂൽ ചോദിച്ചു, മൻ ആദ മിൻകുമുൽ യൗമ മരീള, ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചവൻ നിങ്ങളിൽ ആരുണ്ട്? ഖാല അബൂബക്കറിൻ അന, അപ്പോഴും അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഞാനുണ്ട്. ഇത് കേട്ടപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞു, മജ്തമഅത് ഹാദിഹിൽ ഖിസാലു ഖത്തു ഫീ റജുലിൻ, ഒരു മനുഷ്യനിൽ ഈ കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടേ ഇല്ല ദഖലൽ ജന്നത്ത, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ. ഇത്തരം ഈ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയിൽ ഒരു ദിവസം ഒരുമിച്ച് കൂടിയാൽ ആ വ്യക്തി സ്വർഗത്തിൽ കടക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഇതൊക്കെ രോഗസന്ദർശനത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന ഹദീസുകളാണ്. വയുസന്നു ഇയാദത്തു മരീളിൻ, രോഗിയെ സന്ദർശിക്കൽ സുന്നത്താണ്. വലൗ ബി നഹവി റമദിൻ, ആ രോഗം ചെങ്കണ്ണ് പോലത്തതു കൊണ്ടാണെങ്കിലും ശരി. രോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന വലിയ വലിയ രോഗങ്ങളാണ്. എന്നാൽ നമ്മുടെ കാഴ്ചയിൽ ചെറിയ രോഗമായി ഗണിക്കപ്പെടുന്ന ചെങ്കണ്ണ് രോഗം, കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്, ഒരു ചെറിയ രോഗമാണ്. അതുപോലെ എത്രയും ചെറിയ രോഗമാണെങ്കിൽ പോലും ആ രോഗിയെ സന്ദർശിക്കൽ സുന്നത്താണ്. വലൗഫി അവലി യൗമിൻ മിൻ മർദിഹി മുസ്ലിമിൻ, അത് അവൻ്റെ രോഗത്തിൽ നിന്നുള്ള ആദ്യ ദിവസത്തിലാണെങ്കിലും ശരി സന്ദർശനം സുന്നത്താണ്. മുസ്ലിമിൻ, മുസ്ലിമായ രോഗിയെ സന്ദർശിക്കൽ സുന്നത്താണ്. അല്ലാത്തവരുടേത് പറയും. വലൗ അദുവൻ, ഈ രോഗി, മുസ്ലിമായ ഈ രോഗി തൻ്റെ ശത്രു ആണ് എങ്കിൽ പോലും. വമല്ലം യഅരിഫുഹു, അവൻ അറിയാത്തവനാണെങ്കിലും, അവനെ ഇവൻക്ക് അറിയൂല, എന്നാൽ പോലും സന്ദർശനം സുന്നത്തുണ്ട്. വകദാ ദിമ്മിയുൻ ഖരീബുൻ, ഇപ്രകാരം തന്നെയാണ് ദിമ്മിയായ അവിശ്വാസി, ഖരീബുൻ ഇവൻ്റെ കുടുംബത്തിലുള്ള, ഔ ജാറുൻ അതല്ലെങ്കിൽ അയൽവാസിയായ, ഔ നഹ്വുഹുമ അതല്ലെങ്കിൽ ഇത് രണ്ടും പോലെ ബന്ധമുള്ള ദിമ്മിയായ അവിശ്വാസിയാകുമ്പോഴും അവനെയും സന്ദർശിക്കൽ സുന്നത്താണ്. വമൻ യുർജ ഇസ്ലാമുഹു, മുസ്ലിമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു അവിശ്വാസിയെയും സന്ദർശനം നടത്തൽ സുന്നത്തുണ്ട്. ഇനിന്തഫ ദാലിക, ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ജാസത്ത് ഇയാദത്തുഹു, ഈ അവിശ്വാസിയെ രോഗസന്ദർശനം നടത്തൽ അനുവദനീയമാണ്. വതുക്റഹു ഇയാദത്തുൻ തശുഖു അലൽ മരീദ്, രോഗിയുടെ മേൽ പ്രയാസമാകുന്ന വിധത്തിലുള്ള സന്ദർശനം കറാഹത്താണ്. തൻ്റെ സന്ദർശനം രോഗിക്ക് പ്രയാസം വരുത്തരുത്. അത് രോഗസന്ദർശനം നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയമാണ്. വഅൻ തകൂനൽ ഇയാദത്തു ഗിബ്ബൻ, സന്ദർശനം ഇടവിട്ടാവുക, ഇടയ്ക്കിടെ ആവുക, അതും സുന്നത്താണ്. ഫലാ യുവാസിലുഹാ കുല്ല യൗമിൻ, അപ്പോൾ ഈ സന്ദർശനത്തിനെ എല്ലാ ദിവസത്തിലും ചേർത്തരുത് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും സന്ദർശനം നടത്തുക എന്നുള്ളത് ഉണ്ടാവരുത്. ഇല്ലാ യകൂന മഗ്ലൂബൻ അലൈഹി, അവൻ അതിൻ്റെ മേൽ നിർബന്ധിതനായാൽ ഒഴികെ.
ഈ എല്ലാ ദിവസവും സന്ദർശനം നടത്തുക എന്നുള്ളതിൻ്റെ മേൽ അവൻ നിർബന്ധിതനായി വന്നാൽ ഒഴികെ, അപ്പോൾ പിന്നെ എല്ലാ ദിവസവും പോകാം. ബിയക്കൂന സമ്മ, അതെങ്ങനെ അവിടെയുണ്ട്, മായക്തലി ദഹാബ ലഹു കുല്ല യൗമിൻ, എല്ലാ ദിവസവും അവനിലേക്ക് ഇവൻ പോകലിനെ തേടുന്ന ഒരു കാര്യം അവിടെയുണ്ട്. കശറായി അദ്വിയത്തിൻ, മരുന്നുകൾ വാങ്ങൽ പോലെ, വനഹബിഹ, മരുന്നുകൾ പോലോത്തതിനെ വാങ്ങും പോലെ, അതുപോലെയുള്ള ആവശ്യം. ഇത് അവൻ അവിടെ എല്ലാ ദിവസവും ചെല്ലേണ്ട ആവശ്യമായി നിലനിൽക്കുമ്പോൾ എല്ലാ ദിവസവും അവൻ പോകേണ്ടി വരും. അവൻ അവിടെ നിർബന്ധിതനായി പോകേണ്ടി വരുന്നു. അപ്പോൾ എല്ലാ ദിവസവും പോകുന്നത് വിരോധമില്ല. നഅം, എങ്കിലും നഹവുൽ ഖരീബി, കുടുംബക്കാരെ പോലെയുള്ളവർ, വസ്സദീഖി, സ്നേഹിതരെ പോലെയുള്ളവർ, ഈ രോഗിയായിട്ടുള്ള വ്യക്തിയുടെ കുടുംബക്കാരനെ പോലെയുള്ള ഒരു വ്യക്തി, അവൻ്റെ കൂട്ടുകാരനെ പോലെയുള്ളവർ എന്ന് പറയുമ്പോൾ മിമ്മൻ, ഒരുത്തരാൽ, യസ്തഇനിസു ബിഹിൽ മരീദു, ഇവനെ കൊണ്ട് രോഗി നേരം പോക്കാകും. ഇവൻ ചെല്ലുമ്പോൾ രോഗിക്ക് ഒരു നേരം പോക്ക് ലഭിക്കും, ഒരു മാനസികമായ സമാധാനം, ഒരു ആശ്വാസം. ഔ യതബറക്കു ബിഹി, അതല്ലെങ്കിൽ ഇവനെ കൊണ്ട് അവൻക്ക് ബറക്കത്ത് ലഭിക്കും. ഔ യശുഖു അലൈഹി അദമു റുഅയതിഹി കുല്ല യൗമിൻ, അതല്ലെങ്കിൽ എല്ലാ ദിവസവും ഇവനെ കാണാതിരിക്കൽ രോഗിയുടെ മേൽ പ്രയാസമാണ്. തിരിച്ചും ആവാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യുസന്നു ലഹുമുൽ മുവാസലത്തു, ഇത്തരക്കാരായ ആളുകൾക്ക് ഈ സന്ദർശനത്തിനെ എല്ലാ ദിവസവും ചേർത്തൽ സുന്നത്താണ്. ആവശ്യത്തിനനുസരിച്ചു കൊണ്ടൊക്കെ ദിവസവും പോകാം, ദിവസം പലതവണ വേണ്ടി വന്നാൽ അങ്ങനെയും ആവാം. മാലം യഫ്ഹമു, ഇവർ മനസ്സിലാക്കാത്തപ്പോ, ഔ യഅലമു, അതല്ലെങ്കിൽ ഇവർ അറിയാത്തപ്പോ, കറാഹത്തഹു ദാലിക, എപ്പോഴും ചെല്ലുന്നത് അവനക്കൊരു വെറുപ്പാണ് എന്ന് അറിയാത്തപ്പോഴോ മനസ്സിലാക്കാത്തപ്പോഴോ ഒക്കെ ഇത് സുന്നത്താണ്. അത് മനസ്സിലാകുമ്പോൾ ആ എല്ലാ ദിവസവും പോക്ക് അവസാനിപ്പിക്കുക. രോഗസന്ദർശനത്തിന് വേറെയും മര്യാദകളുണ്ട്. വഅൻ യുഖഫിഫൽ മുക്സ ഇൻദഹു, രോഗിയുടെ അടുക്കൽ താമസിക്കലിനെ അവൻ ചുരുക്കുക, അധിക സമയം അവിടെ ചെലവഴിക്കാതിരിക്കുക. ബൽ തുക്റഹു ഇതാലത്തുഹു, എങ്കിലും അവിടെ താമസിക്കലിനെ ദീർഘിപ്പിക്കൽ കറാഹത്താണ്. മാലം യഫ്ഹം മിൻഹു അർറഗ്ബത ഫിഹ, ഈ രോഗിയിൽ നിന്ന് ഈ സന്ദർശകൻ മനസ്സിലാക്കാത്തപ്പോൾ അർറഗ്ബത ഫിഹ, ഇവൻ അവിടെ കൂടുതൽ സമയം ദീർഘമായി ഇരിക്കുന്നതിൽ അവനക്ക് ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കാത്തപ്പോൾ. അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ ദീർഘമായിട്ടുള്ള ഇരുത്തം കറാഹത്താണ്. കാരണം ലിമാ ഫീഹി, ഈ ദീർഘിപ്പിക്കുന്നതിൽ, ഇരുത്തം ദീർഘിപ്പിക്കുന്നതിൽ ഉള്ള ഒരു കാരണത്തിന് വേണ്ടി, അതെന്താ, മിൻ ഇൽജാരിഹി, അവനെ വെറുപ്പിക്കൽ, മുഷിപ്പിക്കൽ, അസഹ്യപ്പെടുത്തൽ ഒക്കെ ഉണ്ട്. വത്തളീഖി അലൈഹി, അവൻ്റെ മേൽ പ്രയാസപ്പെടുത്തൽ, ഞെരുക്കമാക്കൽ. വമൻഇഹി മിൻ ബഅദി തസറുഫാത്തിഹി, രോഗിക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളെ തൊട്ട് ഇവൻ്റെ ഈ ഇരുത്തം തടസ്സമാകൽ പോലെയുള്ള കാര്യങ്ങൾ. അപ്പം ഇവൻ അവിടെ ഇരിക്കുമ്പോൾ രോഗിക്ക് വേണ്ടി പലതും ചെയ്യാനുണ്ടാകും കുടുംബങ്ങൾക്ക്. അത്തരം കാര്യങ്ങൾ ചെയ്യാനൊക്കെ തടസ്സമായി വരും ഇവൻ്റെ ഇരുത്തം ദീർഘമാകുമ്പോൾ. അതുപോലെ പല പ്രയാസങ്ങളും രോഗിക്ക് വരും. അതല്ലെങ്കിൽ രോഗിക്ക് ഇവൻ്റെ ഇരുത്താണ് മൊഷിഞ്ഞിക്കണ്, ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടായി. അങ്ങനെയൊക്കെ വരുമ്പോൾ അത്
അതൊക്കെ ഉള്ളത് കൊണ്ടാണ് അധികം ഇരിക്കരുത്, അത് കറാഹത്താണെന്ന് പറഞ്ഞത്. കാരണം അതാണ്. മജ്മൂഅ് ഷർഹുൽ മുഹദ്ദബ് 5/102, അതുപോലെ ഷെർവാനി 3/91. വയദ്ഉവ ലഹു ബിശ്ശിഫാഇ, ഇവനക്ക് വേണ്ടി, രോഗിക്ക് വേണ്ടി രോഗശമനം കൊണ്ട് ദുആ ചെയ്യലും സുന്നത്താണ്. ഇൻ തമഅ ഫി ഹയാത്തിഹി, ഇവന്റെ ഹയാത്തിൽ അവൻ ജീവിക്കുമെന്നതിൽ ഇവൻക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ, വലൗ അലാ ബുഅദിൻ, അത് കാലതാമസമെടുത്തിട്ടാണെങ്കിലും ശരി, കുറച്ച് താമസം വരും എങ്കിൽ പോലും ഇവൻ ജീവിതത്തിലേക്ക് ഈ രോഗം സുഖപ്പെട്ടു മടങ്ങി വരുമെന്ന ഒരു പ്രതീക്ഷ ഉള്ള ഒരു സാഹചര്യത്തിൽ അവൻക്ക് രോഗശമനം കൊണ്ട് ദുആ ചെയ്യലും സുന്നത്താണ്. വഅൻ യകൂന ദുആഉഹു, അവന്റെ ദുആ ആകലും സുന്നത്താണ്. അസ്അലുല്ലാഹൽ അളീമ റബ്ബൽ അർശിൽ അളീമി അൻ യശ്ഫിയക ബിശിഫാഇഹി എന്നതുകൊണ്ടാവുക. അവന്റെ ദുആ ഇതാവുക. സബ്അ മറാത്തിൻ, 7 വട്ടം. അപ്പൊ ഇങ്ങനെ 7 വട്ടം ഈ ഒരു ദുആ അവൻക്ക് വേണ്ടി ആവർത്തിച്ച് ദുആർക്കുക. അസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യശ്ഫിയക ബിശിഫാഇഹി. അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ തൊട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ഖാല, അവർ പറയാണ്, റസൂലുള്ളാഹി പറയാണ്, മൻ ആദ മരീളൻ, ഒരു രോഗിയെ വല്ലവരും സന്ദർശിച്ചു. എങ്ങനെയുള്ള രോഗിയാണ്? ലം യഹ്ലുർ അജലുഹു, അവന്റെ മരണം ഹാജരായിട്ടില്ല, ആസന്നമായിട്ടില്ല. ഫഖാല ഇൻദഹു, അപ്പോ ഇവന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഇവൻ പറയുകയാണ്, സബ്അ മറാത്തിൻ, 7 വട്ടം, അസ്അലുല്ലാഹൽ അളീമ റബ്ബൽ അർശിൽ അളീമി അൻ യശ്ഫിയക എന്ന് പറയുകയാണെങ്കിൽ, ഇല്ലാ ആഫാഹുല്ലാഹു മിൻ ദാലിക്കൽ മർളി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രോഗത്തിൽ നിന്ന് അവനെ സുഖപ്പെടുത്തിയിട്ട് ഒഴികെ ഇല്ല, സുഖപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസ്അലുല്ലാഹൽ അളീമ റബ്ബൽ അർശിൽ അളീമി അൻ യശ്ഫിയക ബിശിഫാഇഹി എന്നുകൂടി നമ്മുടെ ഇമാമുകൾ ഈ ദുആഇന്റെ കൂടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ബിശിഫാഇഹി. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അത്തർഗീബിന്റെ 4/323, അതുപോലെ തന്നെ അദ്കാർ 137, ഷെർവാനി 3/91, ഖല്ലൂബി 1/321, ജമൽ 2/134 എന്നിവയിലൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. അൻ സഅദ് ഇബ്നു അബി വഖാസിൻ റളിയല്ലാഹു അൻഹു ഖാല, അവർ പറയാണ്, ആദനിൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ രോഗിയായി കിടന്നപ്പോൾ എന്നെ റസൂലുള്ളാഹി സന്ദർശനം നടത്തി. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആ സന്ദർശന വേളയിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്ത ദുആ, അല്ലാഹുമ്മ ശ്ഫി സഅദൻ, അല്ലാഹുമ്മ ശ്ഫി സഅദൻ, അല്ലാഹുമ്മ ശ്ഫി സഅദൻ, ഇങ്ങനെ റസൂലുള്ളാഹി ദുആ ചെയ്തു എന്നാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നേരത്തെ പറഞ്ഞ അസ്അലുല്ലാഹൽ അളീം എന്ന് തുടങ്ങുന്ന ആ ദുആ 7 വട്ടം ദുആ ചെയ്യുക. അതോടൊപ്പം ഈ രോഗിയുടെ പേര് വിളിച്ചുകൊണ്ട്, പേരെടുത്ത് പറഞ്ഞ് അല്ലാഹുമ്മ ശ്ഫി ഫുലാനൻ എന്ന് പറയലും കൂടി ഈ ദുആഇന്റെ ഭാഗമായി സുന്നത്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. റവാഹു മുസ്ലിം, ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അദ്കാർ 137 പറഞ്ഞിട്ടുണ്ട്. വഅൻ യുതയ്യിബ നഫ്സഹു ബിമർളിഹി, രോഗം കാരണമായി കിട്ടുന്ന നേട്ടങ്ങളെ പറഞ്ഞ് ഈ രോഗിയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക.
മനസ്സിന് സന്തോഷം പകർന്നു നൽകുക. വഅൻ യഇളഹു അവനെ ഉപദേശിക്കുക. വയുദക്കിറഹു അവനെ ഓർമ്മിപ്പിക്കുക. ബഅദ ആഫിയതിഹി ബിമാ ആഹദല്ലാഹു അലൈഹി മിൻ ഖൈർ രോഗം സുഖപ്പെട്ടാൽ ശേഷം അള്ളാഹു അവൻക്ക് നൽകുന്ന ഖൈറായ കാര്യങ്ങൾ, അള്ളാഹു തആല ഒരു രോഗിക്ക് വഅദ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ആ ഖൈറായ വിഷയങ്ങളെ പറഞ്ഞുകൊണ്ട് അവനെ ഉപദേശിക്കുക. വയദ്കുറ ലഹു മാഫിൽ മർദി രോഗത്തിൽ ഉള്ള ഒരു കാര്യം, രോഗിയായാലുള്ള ഒരു വിഷയം അവനോട് പറയാം. മിനസ്സവാബി അതെന്താ പ്രതിഫലത്തിനാൽ. ഹത്താ ഖാല ബഅദുഹും എത്രത്തോളം ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഇന്ന സാഅത്തൻ ഔ യൗമൻ മിൻഹു ഈ രോഗം ബാധിച്ച അവസ്ഥയിലുള്ള ഒരു മണിക്കൂർ സമയം, അതല്ലെങ്കിൽ ഒരു ദിവസം രോഗിയായി കിടക്കുമ്പോൾ ഉള്ളത്, ഖൈറുൻ ഇൻദഹു അത് അള്ളാന്റെ അടുക്കൽ അവൻക്ക് ഉത്തമമാണ്, മിൻ ഖിയാമിഹി അർബഈന സന 40 വർഷം അവൻ നമസ്കാരത്തിൽ നിലകൊള്ളുന്നതിനേക്കാണയും. രാത്രിയിലോ ഒക്കെ ഉള്ള ഖിയാമ് നിസ്കാരം, അങ്ങനെ 40 വർഷം അവൻ സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് ഒരു മണിക്കൂറോ അതല്ലെങ്കിൽ ഒരു ദിവസമോ രോഗിയായി നിലകൊള്ളുമ്പോൾ കിട്ടുന്ന പ്രതിഫലം. മാത്രമല്ല അന്നഹു യഅഖിബുൽ ഫറജു അവനക്ക് ഈ രോഗത്തിന്റെ ഉടനെയായി ഒരു തുറസ് വരാൻ പോകുന്നു എന്നും അവനോട് പറയാം. വന്നമാമിൻ തഅബിൻ ഇല്ലാ വലഹു ഇൻദല്ലാഹി ഫറജുൻ ഏതൊരു പ്രയാസമാണെങ്കിലും അതിൻ്റെ ശേഷം അള്ളാന്റെ അടുക്കൽ ഒരു തുറസ് ഉണ്ടാവും, അങ്ങനെ ഇല്ലാതെ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞ് അവൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാം. ബുസ്റൽ കരീം 2385, ഷർവാനി 391. അനിബിനി അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമ ഇബ്നു അബ്ബാസ് തങ്ങൾ ഉദ്ധരിക്കുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ ദഖല അലാ അഅറാബിയിൻ യഊദുഹു ഒരു അഅറാബിയെ രോഗസന്ദർശനത്തിനായി ചെന്നു. ഖാല ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയായിരുന്നു ഇദാ ദഖല അലാ മൻ യഊദുഹു സന്ദർശനം നടത്തുന്ന ആളുടെ മേൽ റസൂലുള്ളാഹി പ്രവേശിച്ചാൽ ഖാല റസൂലുള്ളാഹി പറയും, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ് എന്ന് റസൂലുള്ളാഹി പറയും. ലാ ബഅസ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐ അന്നൽ മർള യുകഫിറുൽ ഖതായ രോഗം എന്നുള്ളത് ദോഷങ്ങളെ പൊറുപ്പിക്കും. ലാ ബഅസ ലാ മശഖത വലാ തഅബ അലൈക മിൻ ഹാദൽ മർളി ബിൽ ഹഖീഖത്തി ഈ യഥാർത്ഥത്തിൽ ഈ രോഗം കാരണമായി നിന്റെ മേൽ യാതൊരു വിഷമമോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഇല്ല. കാരണം ലി അന്നഹു മുത്തഹിറുക മിനദ്ദുനൂബി ഇൻഷാ അല്ലാഹ് അത് നിന്നെ ദോഷങ്ങളെ തൊട്ട് ശുദ്ധീകരിക്കും. ഇൻഷാ അല്ലാഹ് എന്നുള്ളത് തബറുക്കിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഫൈൻ ഹസലത്തിൽ ആഫിയത്തു രോഗം സുഖപ്പെട്ടു കഴിഞ്ഞാൽ ഫഖദ് ഹസലത്തിൽ ഫായിദത്താൻ 2 ഫായിദയാണ് കിട്ടുന്നത്. ഒന്ന് രോഗം മാറി എന്നുള്ളതും മറ്റൊന്ന് ദോഷങ്ങളെ പൊറുപ്പിച്ചു എന്നുള്ളതും. ഇല്ല ഇനി രോഗം സുഖപ്പെട്ടില്ല എന്ന് വെക്കുക, ഹസന റിബുഹു തക്ഫീരി പാപം പൊറുപ്പിക്കുക എന്ന ആ ഒരു ലാഭം കിട്ടും. ഏതായാലും കുഴപ്പമില്ല. വദഖല അലാ അഅറാബിയിൻ യഊദുഹു വേറൊരു അഅറാബിയെ സന്ദർശിക്കാൻ വേണ്ടി റസൂൽ പ്രവേശിച്ചപ്പോൾ വഹുവ മഹ്മൂമുൻ ആ അഅറാബി പനി പിടിപെട്ട ആളാണ്. ഫഖാല അപ്പോൾ റസൂൽ പറഞ്ഞു, കഫാറത്തുൻ വ തഹൂറുൻ
ഈ പനി എന്ന് പറയുന്ന രോഗം നിനക്ക് ഇത് നിന്നെ ദോഷങ്ങളെ തൊട്ട് ശുദ്ധീകരിക്കുന്ന ഒരു അസുഖമാണ് എന്ന് റസൂലുള്ള ആ സ്വഹാബിയോട് പറഞ്ഞു എന്നാണ്. അദ്കാർ 139, ഫത്തുഹുൽ ബാരി 10:139, അതുപോലെ തന്നെ മിർഖാത്ത് 2:296. വഫായിദത്തു ഹാദൽ ഹദീസി, ഈ ഹദീസിൻ്റെ ഫായിദ നേട്ടം, ഇവിടെ അഅറാബിയെയാണ് റസൂലുള്ളാഹി തങ്ങൾ രോഗസന്ദർശനം നടത്തിയത്. ആ ഹദീസിൻ്റെ നേട്ടമാണ്, അതുകൊണ്ടുള്ള ഫായിദയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അന്നഹു ലാ നഖ്സ അലൽ ഇമാമി, കേവലം ഒരു അഅറാബിയെയാണ്, അള്ളാന്റെ റസൂലാണ് സന്ദർശനം നടത്തിയത്. അപ്പൊ ഈ ഹദീസ് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ്, ഒരു ഇമാമിന്റെ മേൽ ന്യൂനതയില്ല. ഫി ഇയാദത്തിൽ മരീദി മിൻ റഇയ്യതിഹി, തൻ്റെ നിയന്ത്രണാധികാരത്തിലുള്ള ഒരു രോഗിയെ സന്ദർശനം നടത്തുന്നതിൽ. വലോകാന അഅറാബിയൻ ജാഫിയ, ആ രോഗി പരുക്കനായ ഒരു അഅറാബിയാണ്, കാട്ടറബിയാണെങ്കിൽ പോലും അവനെ സന്ദർശനം നടത്തുക എന്നുള്ളത് ഭരണാധികാരിയുടെ മേൽ, ഇമാമിൻ്റെ മേൽ അതൊരു പോരായ്മ അല്ല. മാത്രമല്ല വലാ അലൽ ആലിമി, പണ്ഡിതന്റെ മേൽ ന്യൂനതയില്ല, ഫി ഇയാദത്തിൽ ജാഹിലി, വിവരമില്ലാത്ത ഒരാളെ സന്ദർശനം നടത്തുന്നതിലും. ലി യുഅല്ലിമഹു വ യുദക്കിറഹു ബിമാ യൻഫഉഹു, ഈ വിവരമില്ലാത്ത രോഗിയായ ആൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനും ഓർമ്മിപ്പിക്കാനൊക്കെ വേണ്ടി. വയഅ്മുറഹു ബിസ്സബ്രി, ക്ഷമ കൊണ്ട് അവനോട് കൽപ്പിക്കാൻ വേണ്ടിയൊക്കെ സന്ദർശനം നടത്തുക. എന്തിനാണ് ഇങ്ങനെയൊക്കെ അവനെ ഓർമ്മിപ്പിക്കുന്നതും ഉപദേശിക്കുന്നതും? ലി അല്ലാ യതസഖത്ത ഖദറല്ലാഹി, അള്ളാന്റെ ഖദറിനോട്, അല്ലാഹു തആലാന്റെ തീരുമാനമാണല്ലോ രോഗം, ആ അല്ലാഹു തആലാന്റെ നിശ്ചയത്തോട്, തീരുമാനത്തോട് അതൃപ്തി തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ക്ഷമ കൊണ്ട് അവനോട് കൽപ്പിക്കുക, അവനെ ഉപദേശിക്കുക ഒക്കെ. അങ്ങനെ അള്ളാന്റെ ഖദറിനോട്, തീരുമാനത്തിനോട്, നിശ്ചയത്തോട് ഇവൻക്ക് അതൃപ്തി, വെറുപ്പ് തോന്നുന്ന ഒരു സാഹചര്യം, ദേഷ്യം തോന്നുന്ന സാഹചര്യം വന്നാൽ ഫയസ്ഖുതു അലൈഹി, അള്ള ഇവന്റെ മേൽ ദേഷ്യം വെക്കൂലേ? അത് ഒഴിവാക്കാൻ വേണ്ടി ഓനെ ഓർമ്മിപ്പിക്കാനും ഉപദേശിക്കാനും ഒക്കെ പണ്ഡിതന്മാർ വിവരമില്ലാത്തവരെ സന്ദർശിക്കുക എന്നുള്ളതും പണ്ഡിതന്റെ മേലൊരു പോരായ്മയല്ല. മാത്രമല്ല വയുസല്ലിയഹു മിൻ അലമിഹി, ഓന്റെ പ്രയാസത്തിനെ തൊട്ട് ഓനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയും. ബൽ യഗ്ബിതുഹു ബിസഖമിഹി ഇലാ ഗൈരി ദാലിക, അവന്റെ രോഗം കൊണ്ട് അവനക്ക് വിജയമുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇലാ ഗൈരി ദാലിക, ഇതല്ലാത്ത വേറെയും കാര്യങ്ങൾ. മിൻ ജബിരി ഖാതിരിഹി, ഓന്റെ മനസ്സിനെ ഉള്ള ആ പ്രയാസം പരിഹരിച്ചു കൊടുക്കുക. വഖാതിരി അഹ്ലിഹി, രോഗി ഒരു കുടുംബത്തിലുണ്ടാവുമ്പോൾ രോഗിയുടെ കുടുംബത്തിൻ്റെ മനസ്സിലും ചില മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പരിഹരിച്ചു കൊടുക്കുക ഇവൻ്റെ നല്ല ഉപദേശം കൊണ്ട്. വഫീഹി, ഈ ഹദീസിൽ ഉണ്ട്, അന്നഹു യംബഗി ലിൽ മരീദി, ഇവിടെ അഅറാബിയായ സ്വഹാബിയെ റസൂലുള്ള സന്ദർശനം നടത്തി ദുആ ചെയ്തു. ലാ ബഅസ തഹൂറുൻ, പിന്നെ കഫാറത്തുൻ വ തഹൂറുൻ എന്നൊക്കെ അവനോട് പറഞ്ഞു. അവൻ നല്ല മനസ്സോടുകൂടെ റസൂലുള്ളാന്റെ ആ ഉപദേശം സ്വീകരിച്ചു. അപ്പം ഈ ഹദീസിൽ ഒരു കാര്യം നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. യംബഗി ലിൽ മരീദി, രോഗിക്ക് അത്യാവശ്യമാണ് യതലഖൽ മൗഇദത ബിൽ ഖബൂലി, ഈ തന്നോട് ചെയ്യുന്ന ഉപദേശത്തെ സ്വീകാര്യത കൊണ്ട് അവൻ ഏറ്റെടുക്കുക, നല്ല നിലക്കത് സ്വീകരിക്കുക. വയുഹ്സിന ജവാബമൻ യുദക്കിറഹു ബിദാലിക, ഇതൊക്കെ പറഞ്ഞ് തന്നെ ഓർമ്മപ്പെടുത്തുന്ന, ഉപദേശിക്കുന്നവനോട് നല്ല മറുപടി പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ രോഗിക്കും അത്യാവശ്യമാണ് എന്ന കാര്യവും ഈ ഹദീസിൻ്റെ ഫായിദയായി, നേട്ടമായിട്ട്, അതിൻ്റെ ഒരു പാഠമായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഫത്തുഹുൽ ബാരി 10:140.
ബാബു ഇയാദത്തിൽ അറാബി എന്ന ഹെഡിങ്ങിലാണ് ഈ വിഷയം കൊടുത്തിട്ടുള്ളത്.